എല്ലാം കണ്ട് ബോധ്യപ്പെട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി. 76 മോഡലാ. വണ്ടി പൊളിയാ താമസിട്ടാ. എല്ലാം കഴിഞ്ഞ് പൈസ കൊടുത്തിട്ട് അതൊന്നും പറയരുത്. അതൊന്നുമില്ല, ഒന്ന് പണിതെടുക്കണം, അത്രേ ഉള്ളൂ. അത് പണിയല്ലോ. ഓക്കെ. ഇതാ മേടിച്ചു. ഇത് മതി. ഹലോ, അങ്ങോട്ട് മേടിച്ചു. ഇപ്പൊ തന്നെ കൊണ്ടുകൊള്ളു വണ്ടി. കേട്ടോ. ഏതാടാ ഈ വണ്ടി? ഇത് തോമസ് ഏട്ടൻ പറഞ്ഞ ബുള്ളറ്റ്. അച്ഛനെ ചെറിയ വിലക്ക് കിട്ടിയപ്പോൾ ഞാനിതങ്ങ് വാങ്ങി. എടാ തോമസ് ഇതിനെ പറ്റിച്ചതാ. ഈ കത്തിക്കരിഞ്ഞ വണ്ടി കൊണ്ട് എന്തുണ്ടാക്കാനാ? ഞാനൊന്നും പറയുന്നില്ല, കൊള്ളാം. അല്ലെങ്കിൽ തന്നെ 108 പണി തിരക്കാം. അതിൻ്റെ ഇടയിൽ അവൻ്റെ അച്ഛനെ ഞാനിത് ആശാനെ ബുദ്ധിമുട്ടിക്കാതെ രാവിലെയും രാത്രിയും പണിയെടുത്ത് ശരിയായിക്കോളാം. ഞാൻ നാളെ കട്ടപ്പനയ്ക്ക് പോവാ. നീ ഇവിടെ ഈ തുരുമ്പും ചൊറിഞ്ഞുകൊണ്ടിരുന്ന് ഇവിടെ വരുന്ന പണി കളയരുത്. പറഞ്ഞേക്കാം. രമേശ, 2 നാരങ്ങ എടുത്തിട്ടോ. ഇപ്പൊ കൊണ്ടുവരാം. ഒന്ന് മാറി. കൊള്ളാടാ മോനെ. ആശാനെ വാ. പോവാം. രാജുവിന്റെ ഷോപ്പല്ലേ? എന്താ രാജുവിന്റെ? രാജുവിന്റെ ഫേസ്ബുക്ക് പേജിൽ മോഡിഫൈ ചെയ്തൊരു ബുള്ളറ്റിന്റെ ഫോട്ടോ കണ്ടു. എന്നാൽ ഈ വണ്ടി അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ. മോഡിഫൈയാ? അതൊന്നും ഇവിടെ പറ്റില്ല. കേട്ടോ രമേശ, ഇന്ന് രാവിലെ വേറൊരുത്തരും ഇതൊക്കെ തന്നെ പറഞ്ഞിട്ട് വന്നായിരുന്നു. അനിയന്മാരെ, നിങ്ങളെ വണ്ടിക്കുള്ള കുഴപ്പമുണ്ടെങ്കിൽ പറ, അത് ശരിയാക്കി തരാം. അല്ല പിന്നെ അയ്യോ ചേട്ടൻ ചെയ്യണ്ട, രാജു തന്നെ ചെയ്യണം. പൈസ ഒരു പ്രശ്നമാക്കണ്ട. അതൊന്നും ഇവിടെ പറ്റില്ല കേട്ടാ. പോ. എന്നാ പിന്നെ രാജു ഉള്ളപ്പോ വരാം. ചേട്ടനൊന്ന് സമ്മതിപ്പിച്ചാൽ മതി. സഞ്ജീവേ പോവാ. എവിടുന്നാടാ ഈ പടുവകള്? അച്ഛനെ ഇതാ. അച്ഛനെ പൂവഞ്ചാലല്ലേ, ജോണിച്ചൻ്റെ വണ്ടി കേടായി. ഞാനൊന്ന് പോയിട്ട് എടുത്തിട്ട് വന്നോട്ടെ. ചെയ്യുന്ന ജോലിയോട് കൂറുള്ളവനാ. കണ്ടില്ലേ ആ വണ്ടിയോട് കാണിക്കുന്ന സ്നേഹം? നല്ലവനാ, നന്മയുള്ളവനാ. പിന്നെ അല്ലാണ്ട് കത്തിക്കരിഞ്ഞ കമ്പി കൂടുകൊണ്ട് അവനുണ്ടാക്കിയ ബൈക്ക് കണ്ടില്ലേ? അവൻ മിടുക്കനാ ആശാനെ. സംഗതി ശരിയാ, പക്ഷെ അതങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂ. രമേശ, സത്യം പറഞ്ഞ ഈ പുതിയ വണ്ടി റിപ്പയർ ചെയ്യാൻ കൊണ്ടുവരുമ്പോ എനിക്ക് പേടിയാ. ഇനിയിപ്പോ ശരിയാക്കാൻ പറ്റില്ലെങ്കിലോ? ഞാനൊക്കെ പഴഞ്ഞനായി പോയില്ലേടോ. ആശാനോ ശരിയാക്കാൻ പറ്റാണ്ടോ? ആശാൻ സൂപ്പർ മെക്കാനിക്കല്ലേ. ഉണ്ടാവോ വെറുതെ? അച്ഛനെ ഇതെങ്ങോട്ടാ? കട്ടപ്പനയിൽ നിന്നൊരു ഫോൺ ഉണ്ടായിരുന്നു. ട്രേസി അമ്മയ്ക്ക് നെഞ്ചുവേനായിട്ട് ICU അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. അയ്യോ, എന്നാ പിന്നെ ഞാനും കൂടെ വരാം അച്ഛനെ. ഏയ്, വർക്ക്ഷോപ്പ് അടയ്ക്കണ്ട. നീ കുറച്ച് ദിവസം ഷോപ്പ് നോക്ക. അയ്യോ, ഞാൻ ഒറ്റയ്ക്കോ? നീ എൻ്റെ പേര് കളില്ലെന്ന് എനിക്ക് ഉറപ്പാ. ഓട്ടട മോനെ.
പിന്നീട് ആശാൻ തിരിച്ചു വന്നില്ല. ഇടയ്ക്ക് ആശാൻ്റെ ഒരു ഫോൺ കോൾ വന്നു. ഈ കട നിൻ്റെയാണെന്നും നീ ഇത് നന്നായി നോക്കണം എന്നൊക്കെ പറഞ്ഞു. അതായിരുന്നു ആശാൻ എന്നോടുള്ള വിശ്വാസം. നീ ഭാഗ്യവാനാ. നമ്മക്കുണ്ട് ഒരു മുതലാളി, ആ വേടക്ക് സ്വഭാവ. 5ന്റെ പൈസ കുറയാണ്ട് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു കൊടുക്കണം. എന്നാൽ പിന്നെ നിങ്ങളെ സമയം കളയണ്ട. എൻ്റെ കൂടെ കറങ്ങിയിട്ട് വെറുതെ കച്ചവടം മുടക്കണ്ട. എന്താണ്ടത്? നാട്ടിൽ നിന്ന് ഒരാൾ വന്നാൽ സഹായിക്കേണ്ട നമ്മളെ കടമയല്ലേ. ഔട്ട്. എൻ്റെ മംഗലക്കാരി എന്തായി? ഒരു കാനഡക്കാരൻ അവരെപ്പോഴാന്ന് വെച്ചാൽ വരട്ടെ. വന്നു കണ്ടാലും നമ്മളെയൊക്കെ ഇഷ്ടമുണ്ട്. അപ്പൻ്റെ ഒരു വേണ്ടാത്ത മോഹങ്ങൾ. ഞാൻ പിന്നെ വിളിക്കാവേ. ചേട്ടാ ഒന്ന് മാറിക്കേ. പതുക്കെ. തിന്നാനും സമ്മതിക്കില്ല. ഹലോ. എടാ ക്രിയേഷേ. ആ ബോസാ, ഇതേതാ നമ്പർ? എടാ ഒരു ചെറിയ ആക്സിഡന്റ് പറ്റി. ആക്സിഡന്റാ? ഞാനിവിടെ സഹകരണ ആശുപത്രിയില്ല. ദൈവമേ, എന്തെങ്കിലും പറ്റിയ? കുഴപ്പമൊന്നുമില്ല. ആ ഞാൻ ഉടനെ വരാം. അതെ, നമ്മുടെ ബൈക്ക് ആ കാഞ്ഞിരക്കുല്ലി കവലയിലിരിക്കുക. നീ അതൊന്നും എടുത്ത് വർക്ക്ഷോപ്പിലെത്തിക്ക. അല്ല, അപ്പം അത് കേസാക്കണ്ടേ? ആ, ഒരു കേസും ആക്കണ്ട. ആ, ഞാൻ പറയുന്ന ചെയ്താൽ മതി. ശരി. എന്നാ ശരി. ദാ താങ്ക്സ്. സൂക്ഷിച്ചു. ശരി. വേദനയുണ്ടോ? വേദനയൊന്നുമില്ല. പക്ഷെ എൻ്റെ ബുള്ളറ്റിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് അതെൻ്റെ ഹാൻഡിൽ വരെ ഒടിഞ്ഞു കിടക്കുക. വണ്ടിയല്ലേ, അത് ശരിയാക്കി എടുക്കാലോ. നിങ്ങൾക്ക് കൂടുതലൊന്നും പറ്റാതിരുന്ന ഭാഗ്യമായി. വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ? സിഗ്നലൊക്കെ ഒന്ന് നേരത്തെ ഇട്ടൂടെ? ഫോണിൽ സംസാരിച്ച് സിഗ്നൽ ഇടാൻ മറന്നുപോയി. സോറി. സോറി. എന്നെ മനസ്സിലായോ? ഇതിൽ കൂടുതൽ എന്ത് മനസ്സിലാക്ക? ഒന്ന് ഓർത്തു നോക്ക്. ആരാ? എൻ്റെ പേര് ലിൻഡ. എന്നെ ആദ്യമായിട്ട് പെണ്ണ് കാണാൻ വന്ന ചേട്ടനാ. 4-5 വർഷമായി. ഓർക്കുന്നുണ്ടോ? 10-60 പെണ്ണ് കണ്ട ഞാനിങ്ങനെ ഓർക്കാന്. സിസ്റ്റർ ഇന്ന് ഡ്യൂട്ടിക്ക് കയറുന്നില്ലേ? ഇല്ല സിസ്റ്ററെ, ഞാൻ ഇന്ന് ലീവാ. ഇങ്ങതാ സിസ്റ്ററെ, ഞാൻ എടുക്കാം. അവിടെയല്ല, ബട്ടക്സില. അവിടെ തന്നെ വേണോ? ഒന്ന് ചെരിഞ്ഞേ.